ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം ഒരു വെറൈറ്റി ആയിട്ട് കേട്ടോ. നമ്മുടെ നാടൻ പുട്ട് തന്നെ, പക്ഷെ പുട്ടിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ മിക്സ് ചെയ്യാൻ പോവാം. സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ വേവിച്ചിട്ട് അത് ശരിക്കും അരച്ച് അതിൻ്റെ പ്യൂരി ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത് പൊടിയിൽ. അരിപ്പൊടിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അരിപ്പൊടിയും ഇതും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതൊരു ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ വീഡിയോസും വേറെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇതിൻ്റെ അപ്പം, ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ പുട്ട് കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പീൽ ചെയ്ത് ഞാൻ കുക്കറിലാണ് വേവിക്കാൻ പോണേ. അത്യാവശ്യം ഒരു ഇതിനിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടാക്കിയിട്ട് കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അത്ര ഞാൻ അടിക്കുന്നുള്ളൂ. അതിനുള്ള വേവ് മതിയാവും നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പൊട്ടറ്റോൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി അത് മുറിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സ്വീറ്റ് പൊട്ടറ്റോനെ 4 മുറിച്ചേനെ. അത്യാവശ്യം ഒരു മീഡിയം സൈസ് എന്ന് പറയാം, ഒരുപാട് വലിയ സ്വീറ്റ് പൊട്ടറ്റോ അല്ല. അതുകൊണ്ട് 4 മുറിച്ചപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് വന്നത്. ഇനി ഇതിനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അത് മതിയാവും വേവാനായിട്ട്. എന്നിട്ട് മൊത്തം വിസിൽ പോയി കഴിയുമ്പോൾ നമ്മളത് തുറന്ന് നമ്മൾ അരച്ചെടുക്കും. ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പ് അരിപ്പൊടിയാണ്, പുട്ടുപൊടി. 1 കപ്പ് എന്ന് പറയുന്നത് ഞാൻ എടുത്തേക്കുന്നത് ഈ ചായ കപ്പാണ്, അത്യാവശ്യം വലുതാണ്. ഇതിന് 1 കപ്പാണ് ഞാൻ എടുത്തേക്കുന്ന പൊടി. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഞാനൊന്ന് അടിച്ചെടുക്കും. നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം, ഒട്ടും തരികളൊന്നും ഇല്ലാണ്ട്. പെട്ടെന്ന് അടിയും. അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ 2 വിസിൽ അടുപ്പിച്ചിരുന്നു കേട്ടോ. ഒരു വിസിലിൽ ഇനി ഇച്ചിരി വേവ് കുറഞ്ഞാലോ എന്ന് ഓർത്തിട്ടാണ് 2 വിസിൽ അടുപ്പിച്ചിരുന്നു. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടും എന്തായാലും. അതിൻ്റെ വേവിച്ച വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെയായിരിക്കും നമ്മൾ മിക്സ് ചെയ്യാൻ പോണേ. വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഞാൻ വേറെ കപ്പിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ്, ഒട്ടും കട്ടയില്ലാണ്ട് വന്നേക്കുന്നത്. ഇനി ഇത് നമ്മൾ പൊടിയിലേക്ക് മിക്സ് ചെയ്യാൻ പോവുക. എക്സ്ട്രാ വെള്ളം വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഇത് വേവിച്ച വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ പ്യൂരി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് എല്ലാം മിക്സ് ചെയ്ത് ശരിക്കും നല്ല പുട്ട് നല്ല ഒരുപാട് ഒട്ടാത്ത പൊടിയൊക്കെ എടുത്തു. ഞാൻ എടുത്ത പ്യൂരി മൊത്തം എടുത്ത 1 കപ്പ് പൊടിക്ക് കൂടുതലായിരുന്നു. അപ്പോൾ ഞാനത് ചുമ്മാ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ചും കൂടെ പൊടി എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഫുൾ പ്യൂരി ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ 1 കപ്പിന് അത് കൂടുതലാണ്. ഞാനെടുത്ത 3 സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ശരിക്കും 1.5 കപ്പ് പൊടി വേണം. അപ്പോൾ 1.5 കപ്പ് പൊടിയാണ് ഇപ്പോൾ ഇത് ഏകദേശം എന്ന് പറയുന്നത്. എല്ലാം മിക്സ് ചെയ്തു, നല്ല സോഫ്റ്റായിട്ട്. എനിക്ക് എക്സ്ട്രാ വേറെ വെള്ളം ആഡ് ചെയ്യേണ്ടി വന്നില്ല, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആ പ്യൂരി മാത്രമാണ്. അത് നന്നായിട്ട് ഈ ഒരു പരുവത്തിനകത്ത് ഒരുപാട് ഒട്ടാത്ത രീതിയിൽ ഇങ്ങനെയൊന്ന് ആക്കി എടുത്താൽ മതി.